കിടലിന്റെ അടി അടിച്ചത് ഇപ്പോഴാ വിറയിൽ മാറിയിട്ടില്ല. ഇവിടുത്തെ ലൈനും മെയിൻ സ്വിച്ചിനും പുറത്തെ പോസ്റ്റിനും എന്തോ കംപ്ലൈന്റ് ഉണ്ട്. മൊത്തത്തിലാകെ അൽക്കുത്തായിട്ട് കിടക്കാണ്. അല്ലെങ്കിൽ ആ തേപ്പോട്ടിന്റെ ഷോക്ക് അങ്ങനെ വരില്ല. ആദ്യത്തെ പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു. കറണ്ട് കയറി വന്നുണ്ട് ഇടക്കിടക്ക്. ചെക്ക് ചെയ്യണം. കുഴപ്പമില്ലാത്ത അച്ഛന് നേരത്തെ കറണ്ട് അടിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇങ്ങനെ ഇരിക്കണേ? ശരിക്കും കുഴപ്പം ഇതൊക്കെ ഒരു കറണ്ട് അടിയാണോടാ? ഇതൊക്കെ ചുമ്മാ ചീള് കേസ്. ഇതുപോലെ എത്ര കറണ്ട് കേറി ഇറങ്ങിയിട്ടുണ്ട് ഈ ശരീരത്തിൽ നിന്ന് അറിയാമോ? അച്ഛാ, ആ, അച്ഛന് കറണ്ട് അടിച്ചപ്പോ നിലവിളിച്ചതേ അച്ഛന്റെ ശരീരം കേട്ടായിരുന്ന? ആര് നിലവിളിച്ച്? ഞാൻ നിലവിളിച്ചില്ലല്ലോ. അപ്പൊ ശരീരം കേട്ടിട്ടില്ല, നമ്മള് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ കേശുവേ, ഓ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ശ്രദ്ധിച്ചതാടാ, ഇവിടത്തെ ലൈന് മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. അച്ഛാ, ഒരാൾക്ക് പെട്ടെന്ന് കറണ്ട് അടിച്ചു കഴിഞ്ഞാലേ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് ഒരാള് കറണ്ട് അടിച്ചിട്ട് തെറിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്നിട്ട് അയാളുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കുക, നാഡിയിടിപ്പ് പരിശോധിക്കുക. അതുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഇയാൾ തെറിച്ച് വീണില്ല, കറണ്ട് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. ഇത് ഓഫാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഉണങ്ങിയ മരക്കമ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസേരയോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് അയാളെ അടിച്ച് തട്ടി ദൂരെ തെറിപ്പിച്ച് കളയുക. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ഇരുമ്പ് കസേരയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ വസ്തുക്കളോ നനഞ്ഞ തുണികളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. തിരിച്ച് ഷോക്ക് നമുക്ക് കിട്ടും. മനസ്സിലാവണ്ട? അപ്പോ ഈ ഷോക്കേറ്റ് അടിച്ചു കിടക്കണ ആള് ശ്വാസം വലിച്ചില്ലെങ്കിൽ CPR കൊടുക്കാവോ? CPR കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ഷോക്കേറ്റ് കിടക്കുന്ന ആൾക്ക് കഴുത്തിനോ നട്ടലിനോ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തുടരുത്. ഒരു ഡോക്ടർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അച്ഛാ, ഇപ്പൊ ഒരാൾക്ക് ഷോക്ക് അടിച്ച് അപ്പൊ തട്ടി മാറ്റാനായിട്ട് മരക്കമ്പോ പ്ലാസ്റ്റിക് കസേരയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല മോളെ. നോക്കി നിൽക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതാണ്, കറണ്ടിന്റെ അടുത്ത് കളിക്കാൻ പാടില്ല നമ്മള്. ആ കേശു, ഓ, ആ ടെസ്റ്റ് എടുത്തിട്ട് വാ. ഇനി എന്തിനാ ടെസ്റ്റർ? ടെസ്റ്റർ വേണം. നമുക്ക് ഇവിടുത്തെ ലൈൻ മൊത്തം ചെക്ക് ചെയ്യണം. അതുകൂടാതെ പുറത്തെ സ്വിച്ച് ബോർഡുകൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടുത്തെ പോസ്റ്റ് ചെക്ക് ചെയ്യണം. ലൈൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഓവർ ലൈറ്റ് കയറി വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പോസ്റ്റ് ടെസ്റ്റർ കൊടുക്കാം. അതച്ചാ, ഈ പണി അറിയാന്നും പറഞ്ഞു വന്ന് കൊറേ പേര് ഇത് പയറ്റി നോക്കിയിട്ടുള്ളതാണ്. അവന്മാരാണ് ഇത് കൊളവാക്കി വെച്ചേക്കണത് മോളെ. അപ്പൊ നമുക്ക് നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്യിപ്പിച്ചാ പോരെ? ഇനിയിപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ പോസ്റ്റിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് KSEBില് നമുക്ക് പരാതി കൊടുക്കാം. അതെ, പരാതി കൊടുക്കാം. അവര് നോക്കിക്കോളുമല്ലോ. എന്താ ലച്ചു ഈ പറയണത്? ഒരു കാലത്ത് KSEB എന്ന് പറയുന്നത് ഈ ജനാർദ്ദനായിരുന്നു. എത്ര പ്രൊജക്ടുകൾക്ക് ചുക്കാൻ പിടിച്ച ആളാണ് ഞാൻ. എന്നോടാണ് ഈ പറയണത്. അല്ല, എനിക്കറിയാം, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞത്. ഒന്നും പറയാൻ നിൽക്കണ്ട. യേശു, നമുക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓ, നമുക്ക് ആദ്യം വരാന്തയിൽ നിന്ന് തുടങ്ങാം. കുഴിപ്പുളത്ത് എങ്ങനാ നേരത്തെ അത്താഴമൊക്കെ കഴിക്കുവോ? അവിടെ നേരത്തെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അത്താഴം എല്ലാം കഴിയും. ചില ദിവസം ചപ്പാത്തിയൊക്കെ ആയിരിക്കും, 2 ചപ്പാത്തിയും ഇച്ചിരി വെജിറ്റബിൾസും കഴിക്കും. ചില ദിവസം കഞ്ഞിയായിരിക്കും, ചില ദിവസം ഒന്നും കഴിക്കത്തില്ല. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അയ്യോ, ഒന്നും കഴിക്കാതെ അങ്ങനെ കിടക്കും? അല്ലേ, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞേ, അച്ഛൻ. എനിക്ക് വയറ് നിറച്ച് കഴിക്കണം, അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അവിടെ പടവലത്തെ അവരുടെ അപ്പൂപ്പനും അങ്ങനെയാ. ഇങ്ങനെ വയറ് നിറച്ച് കഴിക്കണോ? ഇല്ല, വൈകുന്നേരം ഒരു 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് ഒരു ഇച്ചിരി ചൂട് കഞ്ഞി,
അതേ കഴിക്കൂ. അതിൻ്റെ കൂടെ ഉച്ചക്കലത്തെ ചമ്മന്തിയോ തോരനോ എന്തെങ്കിലും കാണും, അത് കൂട്ടി എങ്ങ് കഴിക്കും. ஆனா இங்க கேசு பாரு அப்படி இல்ல, அவங்களுக்கு நிறைய சாப்பிடணும். நைட்டு சோறெல்லாம் சாப்பிட மாட்டாங்க. டிஃபன் இருக்குல்ல அதுதான் வேணும். അല്ല കനകത്തിന്റെ കാര്യം എങ്ങനെയാ, തമിഴ് ഫുഡ് കഴിക്കുള്ളോ? எனக்கு அப்படியெல்லாம் இல்ல, என்ன கிடைச்சாலும் நான் சாப்பிடுவேன். சத்தியம் சொன்னா திருப்பி கடிக்காத எதுவும் நான் சாப்பிடுவேன். അതൊക്കെ ചുമ്മാ പറയുന്നതാന്നേ. ദേ കോഴി കൊത്തുന്നത് പോലെ ഒരു ഇച്ചിരിയേ കഴിക്കുന്നേ. എന്ത് കോഴി കൊത്തുന്ന പോലെ ഇങ്ങനെ കൊത്തുന്ന പോലെ. കേശു, ഓ വാ, ഇനി നമുക്ക് കിച്ചണിൽ നോക്കാം. ആ ഓക്കെ. ആ എല്ലാവരും ദയവേത് സഹകരിക്കണം. KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിട്ടയർഡ് ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നോക്കാനുണ്ട്. ഇത്ര നേരം പുറത്ത് ഞങ്ങൾ മെയിൻ സപ്ലൈ നോക്കിയായിരുന്നു. അത് സൂക്ഷിച്ചേ. അല്ല പോസ്റ്റ് നോക്കി, പോസ്റ്റിന് ഇങ്ങോട്ട് വരുന്ന ലൈനില്ലേ വീട്ടിലോട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് മെയിൻ മീറ്റർ നോക്കി, അതിനും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതേപോലെ കുറെ സ്വിച്ച് ബോർഡ് നോക്കി, 2-3 എണ്ണത്തിന് കറണ്ട് അവിടെ എവിടെയൊക്കെ ലീക്ക് ഉണ്ട്. അതുകൊണ്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് ഒന്ന് അഴിച്ചു പണിയണമെന്നാണ് സാർ പറയുന്നത്. ആ സൈഡിൽ എന്തോ ഇല്ലേ? ഓ ഉണ്ട്. അല്ല അതിന് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്? ഞാനൊന്ന് നോക്കട്ടെ. കണ്ടോ, അറിയാവുന്നവർ വന്ന് നോക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ദേ വെറുതെ കുഴപ്പം ഉണ്ടെങ്കിൽ നേരത്തെ കറണ്ട് അടിച്ച പോലെ കറണ്ട് അടിക്കും കേട്ടോ. കേശു, ഓ ഇവിടെ വലിയ കുഴപ്പമില്ല, കിച്ചൺ ഓക്കെയാണ്. ആ. നമുക്കിപ്പോ പ്രശ്നമുള്ളത് പുറത്ത് 1-2 ഫാനുകളുടെ റെഗുലേറ്റർ നമുക്ക് മാറ്റണം, ഓ കപ്പാസിറ്റർ മാറ്റണം ഓ കേട്ടോ. നിനക്ക് കുറച്ച് പരിപാടികളൊക്കെ അറിയാലോ. ആ അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാം. എന്താ സീത എന്താ പറഞ്ഞു വന്നത്? അറിയാവുന്ന പണി ചെയ്താ പോരെ എന്റെ ഏട്ടാ. അതല്ലേ ഞാൻ ചെയ്യുന്നത്. அப்படின்னா இனி எங்க ஏதாவது சாதனம் கேடானா நீங்க இருக்கீங்கல்ல அதை சரியாக்குறதுக்கு. ഇങ്ങനെ ചുമ്മാ മോട്ടിവേഷൻ കൊടുക്കരുതേ. ചുമ്മാ സീത, അങ്ങനെ ചിന്ന ചിന്ന പരിപാടികൾ ചെയ്യുന്ന ആളല്ലേ ഞാൻ. യേശുവിനെ അറിയാമോ? മൂവാറ്റുപുഴ സബ്സ്റ്റേഷനിലേക്ക് 11 kV ലൈൻ വലിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. ഇതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര ഓർമ്മയാ. നിങ്ങൾ ഒരുപാട് കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം കൂടെ ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മറന്നുപോയി. അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചെമ്പകരാമൻ പിള്ള സാറ് എന്റെ ഭയങ്കര കാര്യമായിരുന്നു. ഇതേപോലെ എത്ര കഥ കേട്ടേക്കണേ. കഥ കേട്ട് കേട്ട് തന്നെ എന്റെ ജീവിതം തീരും. ഇങ്ങനത്തെ കഥകൾ കേൾക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുമായിരുന്നു. உங்களுக்கு நான் டீ எடுக்கட்டா? ചായയും കാപ്പിയും ഒന്നും ഇപ്പൊ വേണ്ട, ആദ്യം ഈ ഇൻസ്പെക്ഷൻ ഒന്ന് തീരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം പറയുന്നോണ്ടൊന്നും തോന്നരുതേ. ചില ആൾക്കാരുണ്ട് ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞാലും അവർ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കഥകൾ ഇങ്ങനെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കത് ബോറടിക്കത്തില്ല, അവർക്ക് പറയുമ്പോൾ രസമാണല്ലോ. എന്നാൽ മറ്റുള്ളവർക്കത് ബോറടിക്കുന്നെന്ന് അവർക്ക് മനസ്സിലാവത്തേ ഇല്ല. കറക്റ്റ്, അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. രാമകൃഷ്ണ ചേട്ടൻ പുള്ളി റിട്ടയർഡ് ആയിട്ടുണ്ടല്ല, ഉറപ്പിക്കലായിരുന്നു. സർവീസിലെ കഥ പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ബോറടിക്കണമെന്ന് പുള്ളിക്ക് തോന്നൂല. ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ തൊഴിലിന്റെ മഹത്വം അത് പറയേണ്ട കാര്യം തന്നെയാണ്. എത്രയോ ഇരുട്ടിലായ ഗ്രാമങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നവരാണ് ഈ KSEBക്കാരെന്ന് അറിയാമോ? അപ്പറഞ്ഞത് ശരിയാ. കഷ്ടപ്പെട്ട് ഓരോരോ ജോലി ചെയ്തവർക്ക് അതിന്റെ കോട്ടങ്ങളെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചും പറയാൻ പറ്റത്തുള്ളൂ. ഇവരുടെ അപ്പൂപ്പന്റെ കൂട്ടുകാരുണ്ടായിരുന്നു, പഴയ കൂട്ടുകാര്. അവരെ ഒരു 3-4 മാസം കൂടി ഇരിക്കുമ്പോഴൊക്കെ അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരും. വന്നു കഴിഞ്ഞാല് അവർക്ക് വേറെ ഒന്നിനെ കുറിച്ചും പറയാനില്ല. അവർക്ക് കൃഷിയെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കൃഷി പുതിയതായിട്ട് കൃഷി ഇറക്കുന്നതിനെ പറ്റിയും അതിന് ലാഭത്തിനെ കുറിച്ചും നഷ്ടത്തിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പാതിരാത്രി വരെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടേ അവര് പോകത്തുള്ളൂ. അമ്മക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. യേശു, നമുക്കിനി പുറത്തു പോയി ചെക്ക് ചെയ്യാനുണ്ട്. വേറൊരു കഥയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂലമറ്റം പവർ സ്റ്റേഷനിലെ ജനറേറ്റർ അടിച്ചു പോയി ഒരു ദിവസം. കഥ നമുക്ക് പോണ വഴിക്ക് പറയാ. അപ്പൊ ഞാനും അസിസ്റ്റന്റ് എഞ്ചിനീയർ വേറൊരാളായിരുന്നു. വീട്ടിലും ഇങ്ങനെ തന്നെയാണോ?